ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഓക്കെ, ഇന്നും ഇങ്ങനെയുള്ള റീഡിംഗ് ആണ്. സോറി, ഇന്ന് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് മാത്രം എടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ന്യൂ ഇയർ സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ന്യൂ ഇയറിൻ്റെ വീക്ക് അല്ലേ. ഈസ് ദാറ്റ് മൈ നെഗറ്റിവിറ്റി കീപ്പിംഗ് മീ അവേ ഫ്രം യു. അവരുടെ നെഗറ്റിവിറ്റി തന്നെയാണോ നിങ്ങളെ തമ്മിൽ അകറ്റി വെക്കുന്നത് എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം, അവരുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അവർക്ക് പക്ഷേ അറ്റ്ലീസ്റ്റ് തോന്നുന്നുണ്ട് എന്നിട്ട് അവർ തന്നെയാണോ സ്വയമാണോ പ്രശ്നം എന്ന്. ഓക്കെ, ഐ ഗോട്ട് എ നോ മോർ അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ഹാർഡ് ടു ഷോ ബട്ട് ഐ ഡു കെയർ അബൌട്ട് യു സോ മച്ച്. അവർക്ക് നിങ്ങൾ ഒരുപാട് കെയർ ഉണ്ട്, പക്ഷെ അവർ കാണിക്കുന്നില്ല, അവർക്കത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ദ സ്റ്റോംസ് വിൽ പാസ് അവേ ആൻഡ് ഐ വിൽ സ്റ്റിൽ ബി ഹിയർ വിത്ത് യു ഫോർ ഗുഡ്. ഓക്കെ, അവർ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ആവും. നിങ്ങൾ തമ്മിൽ മീൻസ് എല്ലാം സ്റ്റോമൊക്കെ കഴിഞ്ഞാൽ, സ്റ്റോം എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളും എല്ലാം തീരുമ്പോഴും ഞാൻ ഉണ്ടാവും ഇവിടെ എന്നാണ് അഷ്വറൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സമാധാനിപ്പിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹീൽ പാസ്റ്റ് ട്രോമ ആൻഡ് സോൾവ് ഇന്നർ കോൺഫ്ലിക്ട്സ്. ഓക്കെ, അവരുടെ പാസ്റ്റ് ട്രോമ ഉണ്ടാവും, അതായത് അവർക്ക് മുൻപ് അനുഭവിച്ച കാര്യങ്ങൾ, അവരുടെ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, അങ്ങനെ പലതും. ഓക്കെ, അങ്ങനെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഹീൽ ചെയ്ത് നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എൻഡിങ്സ് മൈറ്റ് ബ്രിങ് ബെറ്റർ ബിഗിനിങ്സ്. യെസ്, ചില എൻഡിങ്സ് നല്ലതിനായിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ സെപ്പറേഷനോ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പുതിയ തുടക്കങ്ങൾ, നല്ല തുടക്കങ്ങൾ വരുമെന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ. ഓക്കെ, അവർക്ക് പറയാനുള്ളത് കേൾക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, വേറെന്താ പറയാനുള്ളത്? ഓക്കെ, കാൺ ഗെറ്റ് മൈ ഐസ് ഓഫ് യുവർ ഫിഗർ ആൻഡ് ദ വേ യു മൂവ്. ഓക്കെ, നിങ്ങളെ കാണാൻ വളരെ ഇഷ്ടമാണ് അവർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാല്ലേ, ജസ്റ്റ് നിർത്താൻ തോന്നിയില്ല. അറ്റ് ദിസ് മൊമെൻറ്റ് ഐ തിങ്ക് വി ഷുഡ് ബി ഫ്രണ്ട്സ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നല്ല നോട്ടിൽ നിർത്താൻ തോന്നുന്നു. ഐ ലവ് ഇസ് സ്റ്റിൽ ദെയർ ഡീപ് ഡൗൺ ഇൻ അവർ ഹാർട്ട്സ് ബട്ട് വി ഷുഡ് ഡെഫിനറ്റ്ലി സ്പെൻഡ് മോർ ടൈം. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഒന്ന് പരസ്പരം മനസ്സിലാക്കാനുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് ഐ തിങ്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അങ്ങനെ മീൻസ് ആദ്യം കാണുമ്പോൾ ഒക്കെ ചിലപ്പോൾ നല്ല റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ വളരെയധികം അടുത്തുണ്ടാവും, പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് കൂടി എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾ അവർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ഓക്കെ, അത് അവരെ കൂടുതൽ അറിയാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, സ്നേഹമുണ്ട്, ഡീപ്പ് ഡൗൺ ഉണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഐ തിങ്ക് മനസ്സിലാക്കാനും പരസ്പരം അറിയാനും ഉണ്ട്. ഓക്കെ, അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇത് പിന്നീട് ഡെവലപ്പ് ആവും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും നിങ്ങൾ തമ്മിൽ ബെറ്റർ ബിഗിനിങ് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.